മാത്സ് ക്ലാസ് 3-ലെ മൂന്നാമത്തെ യൂണിറ്റ് ലെറ്റ്സ് ടേക്ക് അവേ. അതിലെ ആക്ടിവിറ്റി 4-ലെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. കണ്ടതിന് ശേഷം ആക്ടിവിറ്റി 5-ലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആദ്യം ആക്ടിവിറ്റി 4-ലെ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ. ടുഡേ വി ഗോട്ട് 536 liters of milk. After supplying to schools, 286 liters of milk was left. How many liters of milk were given to the schools? ഇന്ന് കിട്ടിയ 536 liters of മിൽക്കിൽ നിന്നും സ്കൂൾസിൽ കൊടുത്തതിന് ശേഷം 286 liters of മിൽക്ക് ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ എത്ര ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് കൊടുത്തു കാണും? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലേ. 536 മൈനസ് 286 എത്ര കിട്ടും? വൺസ് പ്ലേസിൽ 6ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. ടെൻസ് പ്ലേസിൽ 3ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. 100 പ്ലേസിൽ നിന്ന് ബോറോ ചെയ്യാം. 5 4 ആവും. ടെൻസ് പ്ലേസിലോ 3 13 ആവും. അപ്പം 13 മൈനസ് 8 5 എന്ന് കിട്ടും. 100 പ്ലേസിൽ 4 മൈനസ് 2 2 എന്ന് കിട്ടും. അപ്പോൾ 250 liters. 250 liters of milk were given to the schools. അപ്പോൾ ഇന്ന് കിട്ടിയ 536 liters of മിൽക്കിൽ 250 liters സ്കൂളിൽ കൊടുത്തു. ബാക്കി 286 liters of മിൽക്ക് ഉണ്ടായിരുന്നു. സൈഡിലെ ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ആഡഡ് ടു 286 ടു ഗെറ്റ് 536? 286ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 536 കിട്ടുന്നതെന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ മതിയല്ലേ. ഇപ്പം നമ്മൾ ചെയ്തല്ലേ ഉള്ളൂ, 250 കിട്ടും. ഓക്കെ, ഇത് മനസ്സിലാവാൻ ഒരു എക്സാമ്പിൾ തരാം. 10 മൈനസ് 8 ഈക്വൽ ടു 2. ഇവിടെ ചോദിക്കുകയാണ് വാട്ട് ഷുഡ് ബി ആഡഡ് ടു 8 ടു ഗെറ്റ് 10. 8ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 10 കിട്ടുന്നതെന്ന്. കുഞ്ഞ് നമ്പറായിട്ട് നമുക്കറിയാം 8 + 2 ചെയ്യുമ്പോൾ 10 കിട്ടുമെന്ന്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? 10 മൈനസ് 8 ചെയ്ത് നോക്കണം. 2 കിട്ടും. ഓക്കെ, അതേപോലെ നമ്മളിപ്പോൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ 536 മൈനസ് 286 അത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 250 + 286 ചെയ്ത് നോക്കിയാൽ മതി. തിരിച്ച് 536 കിട്ടുന്നു എന്ന് നോക്കുക. ഓക്കെ, in the fruit shop, there were 325 apples in the morning. If there is 98 left, how many apples were sold? ഫ്രൂട്ട് ഷോപ്പിൽ രാവിലെ 325 ആപ്പിൾസ് ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞ് അതൊക്കെ വിറ്റ് കഴിഞ്ഞപ്പോഴേക്കും 98 എണ്ണം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ആപ്പിൾസ് വിറ്റു എന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഹൗ മെനി ആപ്പിൾസ് വെർ സോൾഡ്. സബ്ട്രാക്ട് ചെയ്യണമെന്നറിയാമല്ലോ. 325 മൈനസ് 98. ഇങ്ങനെ എത്ര എണ്ണം ബാക്കിയുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എപ്പോഴും സബ്ട്രാക്റ്റാണ് ചെയ്യേണ്ടത്. അറിയാമല്ലോ അതെല്ലാവർക്കും. വൺസ് പ്ലേസിൽ 5ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ടെൻസ് പ്ലേസിൽ നിന്ന് ബോറോ ചെയ്യാം. ടെൻസ് പ്ലേസിൽ 2 എന്നുള്ളത് 1 ആവും. വൺസ് പ്ലേസിൽ 15. 15 മൈനസ് 8 ചെയ്യുമ്പോൾ 7 എന്ന് കിട്ടും. ഇനി ടെൻസ് പ്ലേസിൽ 1ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. 100 പ്ലേസിൽ നിന്ന് ബോറോ ചെയ്യാം. 100 പ്ലേസിൽ 2 ആവും. ടെൻസ് പ്ലേസിൽ 11 ആവും. 11ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 100 പ്ലേസിലും 2 തന്നെയാണ് റിമൈനിങ്. സോ ആൻസർ ഈസ് 227. 227 ആപ്പിൾസ് were sold. Uniform. In a school, there is a stock of 167 meters of cloth for skirts and 118 meters of cloth for shirts. ഒരു സ്കൂളിൽ സ്റ്റോക്കിൽ എത്ര എണ്ണം ഉണ്ട്? സ്കേർട്സ് 167 മീറ്ററും ഷർട്ട്സ് 118 മീറ്റേഴ്സും സ്റ്റോക്കിലുണ്ട്. അതായത് ഇപ്പോൾ അവിടെ ഉണ്ട്. ദിസ് ഇയർ another 495 meters of skirt material and 345 meters of shirt material were added. ഈ വർഷം പുതിയതായിട്ട് 495 മീറ്റർ സ്കേർട്ടും 345 മീറ്റർ ഷർട്ടും ആഡഡായി. അപ്പോൾ എക്സ്ട്രാ എത്ര വന്നു എന്നുള്ളത് 495ഉം 345ഉം ആണ്. സോ ഇപ്പോൾ ടോട്ടൽ ഓൾറെഡി എത്ര മെറ്റീരിയൽസ് കാണും?
സ്കേർട്ട് 167 മീറ്റർ പ്ലസ് 495 മീറ്റർ എത്ര കിട്ടും? 662 മീറ്റർ കിട്ടും. ഷർട്ടോ 118 പ്ലസ് 345 എത്രയാവും? 463 മീറ്റർ. അപ്പോൾ ഇത്രയും ക്ലോത്ത്സ് ഇപ്പോൾ ടോട്ടലായിട്ട് ആ കടയിൽ ഉണ്ട്. സ്റ്റോക്കിലുള്ളതും പ്ലസ് ന്യൂലി ആഡഡും കൂടെയാണ് ഇപ്പോൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തത്. After distribution, 178 meters of skirt material and 145 meters of shirt material were left. How much cloth was distributed this year? അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് 178 മീറ്റർ സ്കേർട്ടും 145 മീറ്റർ ഷർട്ടും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടോട്ടലിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞപ്പോൾ ഇത്രയാണ് ബാക്കിയുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര ക്ലോത്താണ് ഈ വർഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ ടോട്ടൽ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ടല്ലേ. ആഫ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ എത്ര ലെഫ്റ്റ് ചെയ്തു എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എത്ര ക്ലോത്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പം നമുക്ക് ആദ്യം സ്കേർട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 662 മൈനസ് 178 ചെയ്യുക. എത്ര കിട്ടും? 484 മീറ്ററിന് കിട്ടും. അതേപോലെ ഷർട്ട് കണ്ടുപിടിക്കുമ്പോൾ 463 മൈനസ് 145 എത്ര കിട്ടും? 318 മീറ്ററിന് കിട്ടും. സബ്ട്രാക്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. സോ ഒന്നും കൂടെ നോക്കാം. സ്റ്റോക്കിൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു എന്നുണ്ട്, അത് കഴിഞ്ഞ് എത്ര ആഡഡ് ആയി എന്ന് വന്നു. അപ്പോൾ ഈ സ്റ്റോക്കിലുള്ളതും ആഡഡ് ആയതും കൂടെ ടോട്ടൽ ഇപ്പോൾ എത്ര ക്ലോത്ത്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ നടന്നു, എത്ര എണ്ണം ബാക്കിയുണ്ടെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ടോട്ടൽ എത്ര എണ്ണം ഡിസ്ട്രിബ്യൂട്ടഡ് ആയി എന്ന് സബ്ട്രാക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കും. Independence Day Rally. In the rally conducted by Scouts and Guides and the Red Cross, 296 boys and 336 girls participated. Of this, 186 were Scouts and 177 were Guides. Then, how many were from Red Cross? ആദ്യം നമുക്ക് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാം. ബോയ്സും ഗേൾസും കൂടെ ആഡ് ചെയ്യാം അല്ലേ. 296 പ്ലസ് 336 എത്ര കിട്ടും? 632. So total students who participated in rally is 632. ഇനി അതിൽ 186 സ്കൗട്ട്സും 177 ഗൈഡ്സും ആണ്. അങ്ങനെയാണെങ്കിൽ റെഡ് ക്രോസ് എത്ര പേര് കാണും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് രീതിയിൽ ചെയ്യാം. ആദ്യം നമുക്ക് ടോട്ടൽ അറിയാമല്ലോ 632. അതിൽ നിന്ന് സ്കൗട്ട്സ് 186 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 446 എന്ന് കിട്ടും. അപ്പോൾ ഈ 446 എന്ന് പറയുന്നത് ഗൈഡ്സും റെഡ് ക്രോസും കൂടെയാണ് അല്ലേ. അപ്പോൾ ആ 446 നിന്ന് ഗൈഡ്സ് 177 തന്നിട്ടുണ്ട്, അത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 269. അതാരായിരിക്കും? റെഡ് ക്രോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ടോട്ടലിൽ നിന്ന് 186 സബ്ട്രാക്ട് ചെയ്തു, ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് 177 സബ്ട്രാക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ റെഡ് ക്രോസ് കണ്ടുപിടിച്ചു. ഇനി വേറൊരു മെത്തേഡ്, സ്കൗട്ട്സും ഗൈഡ്സും കൂടെ ടോട്ടൽ കണ്ടുപിടിക്കാം. ആദ്യം 186 പ്ലസ് 177 എത്ര കിട്ടും? 363. ഇപ്പോൾ ടോട്ടലിൽ നിന്ന് 363 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും റെഡ് ക്രോസ് അല്ലേ. അപ്പോൾ 632 മൈനസ് 363 എത്ര കിട്ടും? 269 തന്നെ കിട്ടും. അടുത്തത് ആക്ടിവിറ്റി 5ലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സയൻസ് ഫെയർ. എ സയൻസ് ഫെയർ വാസ് കണ്ടക്റ്റഡ് അറ്റ് അമ്മു സ്കൂൾ. On the first day, 386 persons and on the second day, 637 persons had food. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ എത്ര പേര്, സെക്കൻഡ് ഡേയിൽ എത്ര പേര്? On which day did more persons take food? By how much? ഏത് ദിവസമാണ് കൂടുതൽ പേര് ഫുഡ് കഴിച്ചതെന്ന്, അതെത്രയാണ് കൂടുതലെന്ന്. 1000 chairs were had for the science fair.
Due to some reasons, 186 chairs were returned. Find the number of chairs used. ടോട്ടൽ 1000 ചെയർസ് ഉണ്ടായിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട് 186 റിട്ടേൺ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണമാണ് അവർ യൂസ് ചെയ്തതെന്നും കൊണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, സബ്ട്രാക്റ്റ് ചെയ്യുക. ഇനി അടുത്തത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ നമ്പർ പിരമിഡ്. Subtract the smaller number from the nearest big number and complete the number pyramid. അടുത്തുള്ള ബിഗർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കോളത്തിൽ എഴുതി പോവുക. അങ്ങനെ പിരമിഡ് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് among the 240 notebooks with the school society, half of them were sold. Find the number of notebooks left. ടോട്ടൽ 240 നോട്ട്ബുക്സിൽ നിന്ന് ഹാഫ്, അതിൻ്റെ പകുതി സോൾഡ്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കണം. രാമു ബോട്ട് ബ്രിഞ്ചോൾ ഫോർ 545 rupees ആൻഡ് ലേഡീസ് ഫിംഗർ ഫോർ 232 rupees. ബ്രിഞ്ചോളിൻ്റെയും ലേഡീസ് ഫിംഗറും മേടിച്ച പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഹി സോൾഡ് ദ ബ്രിഞ്ചോൾ ഫോർ 637 rupees ആൻഡ് ദ ലേഡീസ് ഫിംഗർ ഫോർ 365 rupees. ഇനി അത് എത്ര രൂപയ്ക്ക് വിറ്റു എന്നാണ് അടുത്ത കൊടുത്തേക്കുന്നത്. ഫൈൻഡ് ദ പ്രോഫിറ്റ് ഫ്രം ഈച്ച് സെയിൽ. ഓരോന്നിൻ്റെയും പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് മീൻസ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, അതായത് വിറ്റ പ്രൈസ് മൈനസ് മേടിച്ച പ്രൈസ്. വാട്ട് വാസ് ദ ടോട്ടൽ പ്രോഫിറ്റ്? ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും ബ്രിഞ്ചോളിൻ്റെയും ലേഡീസ് ഫിംഗറിൻ്റെയും പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് രണ്ടിൻ്റെയും കൂടെ സം കണ്ടുപിടിക്കണം. Ammu bought some household things from Babu's store for 903 rupees. Anu bought the same things from Maveli's store for 784 rupees. അമ്മു ബാബു സ്റ്റോറിൽ നിന്ന് 903 rupeesന് സാധനം മേടിച്ചു. അനു സെയിം സാധനം മാവേലി സ്റ്റോറിൽ നിന്ന് മേടിച്ചു. വിച്ച് ഇസ് ദ ബെസ്റ്റ് പർച്ചേസ്? ഏതാണ് നല്ല പർച്ചേസ് എന്ന്. ബൈ ഹൗ മച്ച്? ഇതിൽ എത്ര രൂപയ്ക്കായിരിക്കും അവർക്ക് ആ വ്യത്യാസം വന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. എൻ്റെ ആൻസേഴ്സ് അടുത്ത വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.